തട്ടമിട്ടൊരു പെൺകുട്ടി സ്കൂളിലെത്തിയാൽ സഹപാഠികൾക്ക് പേടിയാവുമെന്ന ശിരോവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീയുടെ നിഷ്കളങ്ക ആഖ്യാനം തെല്ലമ്പരപ്പോടെയാണ് കേരളം ശ്രവിച്ചത്. അതൊരു ഒറ്റപ്പെട്ട പരാമർശമോ സംഭവമോ അല്ല. കേരളത്തിൻ്റെ മാറുന്ന സാമൂഹിക മണ്ഡലത്തിൽ പറ്റിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന വർഗീയ വേതാളങ്ങളുടെ പ്രതിധ്വനിയാണ് ആ വാക്കുകൾ. പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിൽ തട്ടമിട്ടതിൻ്റെ പേരിൽ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവം ആരും അറിയാതെ പോകുമായിരുന്നു. എന്നാൽ ആ സ്ഥാപനവും അതിൻ്റെ നടത്തിപ്പുകാരും അവരുടെ കാര്യക്കാരും കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ശിരോവസ്ത്രം എന്നതൊരു പേടി സ്വപ്നമാക്കി ചിത്രീകരിക്കാൻ നടത്തിയ ഏറ്റവും ഹീനമായ വർഗീയ പ്രചാരണങ്ങളാണ് ഈ സംഭവം ജനശ്രദ്ധയിൽ എത്തിച്ചിരിക്കുന്നത്. താൻ വിശ്വസിക്കുന്ന മതാചാരം പിൻപറ്റി ഒരു കുട്ടി ശിരോവസ്ത്രമണിഞ്ഞ് സ്കൂളിൽ എത്തിയതാണ് മതേതരത്വത്തിൻ്റെ കാവൽ മാലാഖമാരെന്ന് നാഴികക്ക് 40 വട്ടം ഉരുവിടുന്ന സഭാനിവാസികൾക്ക് വിമ്മിട്ടമുണ്ടാക്കിയത്. അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പിന്നാലെ ശിരോവസ്ത്ര അവകാശത്തിനു വേണ്ടി സംസാരിച്ചവരെ കൊടിയ വർഗീയവാദികളെന്ന് ചാപ്പകുത്താനുള്ള തിടുക്കത്തിലായിരുന്നു ചിലർ. എന്തിനാണ് ഒരു കുട്ടി തട്ടമിട്ടതിൻ്റെ പേരിൽ ഇത്രയും വിദ്വേഷത്തിന് മൂർച്ച കൂട്ടുന്നത്? ആ പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചാൽ ഏത് അവകാശമാണ് ഇടിഞ്ഞു വീഴുന്നത്? തൻ്റെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം, അതും യൂണിഫോമിന് വിരുദ്ധമല്ലാത്ത വിധത്തിലുള്ള തട്ടമണിഞ്ഞു വന്നത് എങ്ങനെയാണ് അപവാദമാകുക, അപരാധമാകുക? വളരെ നിഷ്കളങ്കരാണെന്ന നാട്യത്തിൽ നിശബ്ദമായി വർഗീയത പടർത്തുന്ന ചില ശുഭ്രവസ്ത്രധാരികളുടെ മനസ്സിലിരിപ്പ് പുറത്തു ചാടുന്നതും ഈ വിഷയത്തിൽ നാട് കണ്ടു. എന്തിനാണ് ചിലർക്ക് മാത്രം തട്ടമിട്ട് പ്രവേശനം നടത്തുന്നതെന്ന ചോദ്യമാണ് അവർക്കുള്ളത്. ലക്ഷ്യം വ്യക്തമാണ്. ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, നിറത്തിൽ, നടപ്പിൽ, ഭാഷയിൽ വരെ വർഗീയ കളങ്കമുണ്ടാക്കുക, അതിലൂടെ ചിലർ തങ്ങളിൽപ്പെട്ടവരല്ലെന്ന് സ്ഥാപിക്കുക, ഒടുവിൽ അവരെ തിരസ്കരിക്കുക. ഭൂരിപക്ഷ വർഗീയതയുടെ ഇത്തരം കുടില വിചാരധാരകളുടെ നടത്തിപ്പുകാരായി ചില ന്യൂനപക്ഷങ്ങളും മുന്നണിയിലുണ്ടെന്ന തിരിച്ചറിവാണ് പള്ളുരുത്തി സംഭവം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. മതം പ്രകടിപ്പിക്കുന്നതിന് വേഷഭൂഷാദികൾ ഉപാധിയാക്കുന്നു എന്നാണ് ചില കോണുകളിൽ നിന്നുള്ള വിമർശനം. അത് ഇന്ത്യ എന്ന വിശാല ആശയത്തെക്കുറിച്ചുള്ള തികഞ്ഞ അവജ്ഞ കൊണ്ടാകാം, അല്ലെങ്കിൽ അജ്ഞത കൊണ്ടാവാം. ഏത് മതത്തിനാണ് തങ്ങളുടെ ആചാരങ്ങൾ പിന്തുടരാൻ വിലക്കുള്ളത്? സന്യാസിക്ക് കഷായ വസ്ത്രം ധരിക്കാനോ, സിഖ് വിശ്വാസികൾക്ക് തലപ്പാവും കൃപ്പാണും ധരിക്കാനോ, പാതിരിമാർക്കും കന്യാസ്ത്രീകൾക്കും അവരുടെ വിശേഷ വസ്ത്രങ്ങൾ ധരിക്കാനോ ഇന്നാട്ടിൽ ഒരു വിലക്കുമില്ല. എന്നാൽ ഏതെങ്കിലും മുസ്ലിം നാമധാരി തലപ്പാവ് ധരിച്ചാൽ, ശിരോവസ്ത്രമിട്ടാൽ, താടി നീട്ടിയാൽ അതാണ് ചില ദോഷൈക ദൃക്കുകൾക്ക് മതം പ്രകടിപ്പിക്കൽ. അതോടെ മതേതര സങ്കല്പങ്ങൾ തകർന്നു വീഴുമെന്ന കൂട്ടവിലാപമാണ് പിന്നീടുണ്ടാകുന്നത്. ഇതൊരു തരം മാനസിക വൈകൃതമാണ്, അപരസ്നേഹമല്ല, അപാരമായ മതവിദ്വേഷമാണ് ഇക്കൂട്ടരുടെ അംഗവസ്ത്രത്തിനുള്ളിലുള്ളത്. ഇത്തരം മുഖം മൂടി വലിച്ചെറിയാനുള്ള സമയം ഇതാ അതിക്രമിച്ചിരിക്കുന്നു എന്ന സ്ഥലകാല ബോധമെങ്കിലും വിശുദ്ധ ജീവികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കുഞ്ഞാടുകൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചണ്ഡീഗഡിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച് മനുഷ്യക്കടത്തുകാരായി ചിത്രീകരിച്ച് ജയിലിലടച്ച തീവ്ര ഹിന്ദുത്വരുടെ നടപടിയെ മതേതര മനസ്സുകൾ അതിശക്തമായി അപലപിച്ചത് അവരുടെ മതമോർത്തല്ല, അവർക്ക് നിഷേധിക്കപ്പെട്ട മൗലികാവകാശത്തിൻ്റെ പേരിലാണ്. അത് പള്ളുരുത്തി സെൻറ് റിത്താസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും ലഭിക്കണമെന്നേ ഞങ്ങൾക്കും പറയാനുള്ളൂ. പള്ളുരുത്തി സെൻറ് റിത്താസ് സ്കൂളിൽ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയത് ചട്ടവിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്കൂൾ നിയമാവലിയിൽ എവിടെയും ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ സ്കൂളിൽ പ്രവേശനം വിലക്കാൻ പറഞ്ഞിട്ടില്ല. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ച സമീപനത്തെ അഭിനന്ദിക്കേണ്ടതാണ്. ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്തു പിടിച്ചുള്ള പ്രതികരണമാണ് ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത്. ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി നേരത്തെ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. തട്ടമിടാനുള്ള അവകാശം മൗലികാവകാശമാണെന്നാണ് ഹൈക്കോടതി വിധിച്ചത്. അതേസമയം ഉടുപ്പി കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് വിലക്കിയ നടപടിയിൽ കർണാടക ഹൈക്കോടതി വിഭിന്നമായ വിധി പ്രസ്താവിച്ചതോടെ വിഷയം സുപ്രീം കോടതിയിലെത്തി. 25ഓളം ഹർജികൾ പരിഗണിച്ച 2-അംഗ ബെഞ്ച് ഭിന്നവിധി പ്രസ്താവിച്ചതോടെ കേസിൽ തീർപ്പുണ്ടായില്ല. ശേഷം 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഇപ്പോഴും ആ കേസുള്ളത്. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് തട്ടമിടൽ. 19(1)(a) 14 എന്നീ അനുച്ഛേദങ്ങളും ഹിജാബ് ധരിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കുന്നുണ്ട്. മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ തടയാൻ കോടതികൾക്ക് പോലും പരിമിതികൾ ഉണ്ടെന്നാണ്
നമ്മുടെ ഭരണഘടന പറയുന്നത്. മതവും മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമം മൂലം സംരക്ഷിക്കപ്പെടാൻ അവകാശവും അധികാരവുമുള്ള രാജ്യത്ത് എന്തിനാണ് ഒരു പെൺകുട്ടി തട്ടമിട്ടതിൻ്റെ പേരിൽ ഇത്രയും വർഗീയ വിഷം ചീറ്റുന്നത്? ഇന്ത്യ മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും രാജ്യമാണ്. അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ എല്ലാവർക്കും ഭരണഘടന അവകാശം നൽകിയിട്ടുമുണ്ട്. ഭരണഘടനയ്ക്ക് മേലെയാണ് തങ്ങളുടെ സ്കൂൾ മാനുവൽ എന്ന് പ്രഖ്യാപിക്കുന്നവർ വർഗീയവാദികൾ മാത്രമല്ല, രാജ്യവിരുദ്ധർ കൂടിയാണ്. പള്ളുരുത്തി സംഭവം ആസൂത്രിതമാണ്. വർഗീയത വളർത്താനും അതിലൂടെ മതങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുവാനുമുള്ള അതിബുദ്ധിയിൽ നിന്നുണ്ടായതാണത്. അപരവിദ്വേഷത്തിൻ്റെ ആൾനൂഴികൾ സൃഷ്ടിച്ച് അതിലേക്ക് തങ്ങളുടെ തിരക്കഥക്കനുസരിച്ച് ആളുകളെ തള്ളിയിട്ട് കൊല്ലുന്ന മാനസികാവസ്ഥയിലേക്ക് ചിലർ മാറുകയാണെന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.